ചർച്ചയ്ക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ, അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്. അത് ചരിത്രമാണ്. പക്ഷേ അത് ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ഈ സംവിധാനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. ആരാണ് ഉത്തരവാദി? അത് പൂർണ്ണമായും ഉത്തരവാദിത്വം കഡ്ജുവിൻ്റെ മേൽ ചുമത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. സത്യത്തിൽ വളരെ അസാധാരണമായൊരു നടപടിക്രമമാണ് സുപ്രീം കോടതി പാലിച്ചത്. ഞാനിപ്പോൾ സൗമ്യയുടെ കേസിനെ കുറിച്ചല്ല പറയുന്നത്, സൗമ്യയുടെ വേറൊരു വിഷയമാണ്. സൗമ്യ കേസിൽ നമുക്കറിയാം, ഒരു വിധി ഉണ്ടാകുന്നു, ആ വിധിയെ പല ആളുകളും വിമർശിക്കുന്നു, അതിനെക്കുറിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു, പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു, ഭരണപക്ഷം കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ അരങ്ങേറി. അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ മാർക്കണ്ഡേയ കഡ്ജു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുക്കുന്നു, ഈ വിധിയെ വിമർശിച്ചുകൊണ്ട്. വിധിയെ വിമർശിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട്. വിധിയെ വിമർശിക്കുന്നതിനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്കും ഉണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുണ്ട്. തീർച്ചയായിട്ടും മാർക്കണ്ഡേയ കഡ്ജുവിനെ പോലെ ഒരു മുൻ ന്യായാധിപന് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ അധികാരം ഉപയോഗിച്ചു. ഇനി അദ്ദേഹം നടത്തിയ എന്തെങ്കിലും പരാമർശങ്ങൾ അതിര് കടന്നവയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാമായിരുന്നു. ഇപ്പോൾ രഞ്ജൻ ഗൊഗോയ്ക്കോ വേറെ ഏതെങ്കിലും ജഡ്ജിക്കോ അപകീർത്തി ഉണ്ടാക്കുന്ന, അല്ലെ അവരെ മറ്റു തരത്തിൽ അവഹേളിക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ ഘട്ടത്തിൽ തന്നെ നടപടിയെടുക്കാമായിരുന്നു. ഇവിടെ അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട ആളെ കോടതിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞ് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്നു. നോട്ടീസ് അയച്ചത് കോടതി ലക്ഷ്യത്തിനല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ വിശദീകരിക്കാനാണ്. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് എൻ്റെ അറിവിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള ഉറപ്പാണ്. കോടതിയെ വിമർശിച്ചുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ എഴുതും, എന്തൊക്കെ പറയും, അവരെയൊക്കെ കോടതിയിൽ വിളിച്ചു വരുത്തി വാദം കേൾക്കുന്ന സമ്പ്രദായം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മാത്രമല്ല, റിവ്യൂ പെറ്റീഷനിൽ തന്നെ സാധാരണ ജഡ്ജിമാർ അവരുടെ ചേംബറിലിരുന്ന് വിധിക്കുകയാണ് പതിവ്. ഇത്തവണ അത് ഓപ്പൺ കോർട്ടിൽ ആ വാദം കേൾക്കാൻ തീരുമാനിച്ചു. അതൊക്കെ നല്ല കാര്യമാണ്. ഏതായാലും കാര്യങ്ങൾ ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞു. ഏതായാലും മാർക്കണ്ഡേയ കഡ്ജു അന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, വാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം റിട്ടയർ ചെയ്ത ഒരു ന്യായാധിപൻ പിന്നെ ഒരു കോടതിയിലും ഹാജരാകാൻ പാടില്ല. അത് ഭരണഘടനയിലുള്ള വ്യവസ്ഥയാണ്. അത് പ്രകാരം അദ്ദേഹം പോകുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി, പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ വിശദീകരിച്ചപ്പോൾ വീണ്ടും കോടതിയുമായി വാക്കുതർക്കമുണ്ടായി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജഡ്ജി പറയുന്നത്, ഇദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോഗിൽ എഴുതിയ കാര്യങ്ങൾ അപകീർത്തികരമാണ് എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുന്നു. ഇതൊക്കെ വെള്ളരിക്കപ്പെട്ടണമാണോ? ഇത് സുപ്രീം കോടതിയാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നടപടിയാണോ സുപ്രീം കോടതിയിൽ പാലിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേരിൽ കോടതി ലക്ഷ്യത്തിന് നടപടി എടുക്കണമെങ്കിൽ അതിന് വേറെ നടപടിക്രമമുണ്ട്. അല്ലാതെ ഒരാളെ കോടതിയിൽ വിളിച്ചു വരുത്തി താങ്കളുടെ പേരിൽ ഞാൻ കോടതി ലക്ഷ്യത്തിന് നടപടി എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് നമ്മുടെ സുപ്രീം കോടതിയൊക്കെ ഈ നിലവാരത്തിൽ എത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, പക്ഷേ വൈകാരികമായി ഇദ്ദേഹം മുമ്പും പല വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ ഈ കോമൺ സെൻസ് ഉപയോഗിക്കാതെ വിധി എഴുതുന്ന ന്യായാധിപന്മാരുള്ളത് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ട്. തീർച്ചയായും അതൊക്കെ കോടതി അലക്ഷ്യമാണെങ്കിൽ ആ നിലയ്ക്കുള്ള നടപടികൾ കോടതിക്ക് സ്വീകരിക്കാവുന്നതുമാണ്. ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജിയിന്മേൽ വിശദമായി കഡ്ജുവിന് പറയാനുള്ളതും കേട്ട് കഡ്ജുവിനോട് അതിനുശേഷം അത് തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വിശദമായി തന്നെ പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വിഷയം എടുത്തു വയ്ക്കുന്നത്. സ്വാഭാവികമായും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിരീക്ഷിക്കുമ്പോൾ കോടതിയുടെ ഈ നടപടികളെ അസ്വാഭാവികമായി തന്നെയാണ് കാണാൻ കഴിയുക. നിയമപരമായി അതിനെന്തെങ്കിലും നിയമപരമായി ശരിയായ ഒരു നടപടിയാണോ? ഈ പറഞ്ഞതുപോലെ പലതരത്തിൽ അതിനെ ചോദ്യം ചെയ്യാം. നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ്? അല്ല, നിയമപരമായി ചോദ്യം ചെയ്യുന്നത് വേറൊരു ഘടകമാണ്. ഇത് നിയമപരമായിട്ടും തെറ്റാണ്, ഭരണഘടനാപരമായിട്ടും തെറ്റാണ്. അങ്ങനെ ഒരാളെ കോടതിയിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തേടുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതിനുശേഷം താങ്കൾ മുമ്പ് പറഞ്ഞത് കോടതി ലക്ഷ്യമാണ് എന്ന് നാടകീയമായിട്ട് പ്രഖ്യാപിക്കുക, അപ്പോൾ തന്നെ നടപടിയെടുക്കാൻ പോകുന്നു എന്ന് പറയുക. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനൊരു സംഭവം ഈ രാജ്യത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് ആരോടാണ് ചെയ്യുന്നത്? എം വി ജയരാജനോടല്ല, അല്ലെങ്കിൽ എന്നോടോ നിങ്ങളോടോ അല്ല. സുപ്രീം കോടതിയിൽ തന്നെ ഇരുന്ന് വളരെ കാലം നീതി നടപ്പാക്കിയ ഒരു ജഡ്ജിയോടാണ് ഇങ്ങനെയുള്ള അസംബന്ധ നിർഭരമായൊരു പെരുമാറ്റം ഇപ്പോഴത്തെ ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അഡ്വക്കേറ്റ് CP ഉദയഭാനു, വളരെ ബഹുമാനത്തോടെയാണ് എന്നെ വിളിച്ചു വരുത്തുന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് തന്നെയാണ്
അദ്ദേഹം പറഞ്ഞത്, ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു പറഞ്ഞത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോധ്യം. ആദ്യം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഭരണഘടനാപരമായി എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അത് നിയമപരമായി അങ്ങനെ ചെയ്യാവുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് കോടതി ആത്മാർത്ഥമായാണ് വിളിക്കുന്നത് എന്ന്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത്. ഈ കേസുമായി, സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം വാദമുഖങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ പിന്നീടോ ഈ വിഷയത്തിലൊരു തർക്കമുണ്ടാവുന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തോടുള്ള പെരുമാറ്റം അത് അസ്വാഭാവികമായി തന്നെയാണ് തോന്നുന്നത്. ആദ്യം കോടതി തന്നെ ആ നിലയ്ക്കൊരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു എന്നല്ലേ വിലയിരുത്തേണ്ടത്? ശ്രീ ഹർഷൻ, ഇക്കാര്യത്തിൽ മറ്റൊരു വ്യത്യസ്ത സാഹചര്യത്തിൽ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലൊന്നും തന്നെ ഇത് സമാനമായ യാതൊരു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ലോക ജുഡീഷ്യറിൽ ഉണ്ടോ എന്ന് പരിധി നോക്കേണ്ടതുണ്ട്. ഈ ഇവിടെ നാം പ്രസക്തമായി ചിന്തിക്കേണ്ട ഗൗരവമേറിയൊരു വിഷയം, ഒരു ക്രിമിനൽ കേസിൽ വിധി പറഞ്ഞ ശേഷം പിന്നീട് ഒരു റിവ്യൂ ഹർജി ഫയൽ ചെയ്യപ്പെടുമ്പോൾ ആ സാഹചര്യത്തിൽ പുറമേ അഭിപ്രായം പറഞ്ഞ നിരവധി ആളുകൾ, ഇപ്പോൾ കേരളത്തിലെ മീഡിയയിലെ മുഴുവൻ ആളുകളുണ്ടാകാം, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടാകാം, ഈ ഫേസ്ബുക്കിലൊക്കെ കുറിച്ച് ലക്ഷോപലക്ഷം ആളുകളുണ്ടാകും. അവരിൽ പ്രധാനി എന്ന് തോന്നുന്ന ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അക്കാദമിക് തലത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുക, ആ ചർച്ചയുടെ തലത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകും എന്ന് പൊതുജനത്തിന് അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിൽ, പുറമേക്ക് വമിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ സമീപിക്കുക. ഇതെല്ലാം ചെയ്യുവാൻ സുപ്രീം കോടതിയിലെ ഈ 3 അംഗ ബെഞ്ചിനെ സാധൂകരിക്കാവുന്ന ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്രിമിനൽ നടപടിക്രമത്തിൽ അങ്ങനെ ഒരു നടപടി ഉള്ളതായിട്ട് വായിച്ചിട്ട് ഇല്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായി തന്നെ വിലക്കുണ്ട് മുൻ സുപ്രീം കോടതി ജഡ്ജിയെ വിളിച്ചു വരുത്തുന്നതിന്, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ഇതുപോലെ ഹാജരാകുന്നതിന്. ഇവിടെ ആദ്യം ഈ തെറ്റിൻ്റെ അല്ലെങ്കിൽ പിശകായിട്ടുള്ള സന്ദേശം കൊടുത്തതിൻ്റെ ചുമതല, ഉത്തരവാദിത്തം സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ജഡ്ജിമാർക്കുണ്ട് എന്ന് വിലയിരുത്തപ്പെടേണ്ട സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, തികച്ചും നിരുത്തരവാദപരമായി ഈ വസ്തുതകളെ വിലയിരുത്തുകയും കാണുകയും അതേപോലെ തന്നെ വിധി പറഞ്ഞ ജഡ്ജിമാരെ വ്യക്തിപരമായിട്ട് പോലും ആക്രമിക്കുന്ന ഒരു സമീപനം ആ ചെയ്യുന്ന ചില ആളുകളിൽപ്പെട്ട ഒരാളാണ് ശ്രീ മാർക്കണ്ഡേയ ഗഡ്ജു എന്ന നിലയ്ക്ക് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ കേസിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരുടെ ഇൻ്റലിജൻറ്റ് കോഷൻ IQ അത് പരിശോധിച്ചാൽ വളരെയധികം കുറവാണ് എന്ന നിലയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ തന്നെ അവിശ്വാസം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അവമതിപ്പുണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റം, സംഭാഷണം ഇതെല്ലാം ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചതിന് അനിവാര്യമായി കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കണ്ടംപ്റ്റ് എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയും. അവിടെ അദ്ദേഹം കാണിക്കേണ്ട ഒരു ജുഡീഷ്യൽ പക്വത അത് കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി തന്നെ ഇരിക്കട്ടെ, വിളിച്ചു വരുത്തി അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയത് പ്രകാരം ചെന്നു. ജഡ്ജിമാർ ഒരുപക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങനെയാണ് എങ്കിൽ അഭിഭാഷകർ കാണിക്കുന്നത് പോലെ, പൊതുസമൂഹത്തിൽ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ അച്ചടക്കത്തോടെ മാത്രം മാതൃകയായി നിന്നുകൊണ്ട് മറുപടി പറയാൻ ബാധ്യത ഉണ്ട് തനിക്ക്. അങ്ങനെ തൻ്റെ മറുപടി മറ്റുള്ളവർക്ക് കൂടുതൽ മാതൃകയാകേണ്ടതാണ് എന്നൊരു സന്ദേശം ധ്വനിപ്പിക്കുന്നതിൽ പെരുമാറാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം പിന്നീട് അത് ചെയ്തില്ല? എറണാകുളത്തുണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാനെല്ലാം പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷങ്ങൾക്ക് മുൻപ്, അന്ന് മജിസ്ട്രേറ്റ് കോടതിയിലെ വളരെ ചെറിയ സാഹചര്യങ്ങളാണുള്ളത്. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ക്രിമിനൽ വിചാരണ ഘട്ടത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കേണ്ട 313-ാം പ്രകാരം ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ കൊടുക്കുമ്പോൾ തൻ്റെ കേസിൽ താൻ നിഷ്കളങ്കനായിരുന്നു എന്ന മട്ടിലാണ് പലരും ചെയ്യാറ്. ഒരു മജിസ്ട്രേറ്റ് ബിരിയാണി കോയ എന്ന് പറയുന്ന ഒരു പ്രതിയെ, അതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിക്കൂടിൻ്റെ അവിടെ നിന്ന് പൃഷ്ഠം പൊക്കി കാണിച്ചു. എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഏതാണ്ട് ഒരു ബിരിയാണി കോയയുടെ നിലവാരത്തിലേക്ക് ഈ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി താഴ്ന്നു പോയിട്ടില്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ഇത് ആദ്യമായാണ് ഇത് സംഭവിക്കുന്നത് എന്നുറപ്പാണല്ലോ. ഇത് ചരിത്രമാണ്. ആദ്യമായാണ് ഒരു റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ജസ്റ്റിസിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ നിലയ്ക്കുള്ള ഒരു സംഭവം നടക്കുന്നത്. അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള ഒരു വാഗ്വാദത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല.
ഇതെല്ലാം ഈ പുനഃപരിശോധനാ ഹർജി തള്ളിയതിന് ശേഷമാണ് ഇതൊരു വാഗ്വാദത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതും ചരിത്രമാണ്. ഈ ഒരു സൂത്രപ്പണി കോടതി ചെയ്തതുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അരങ്ങേറിയത്. അതിനുശേഷം കോടതി പറയുകയാണ്, മുമ്പ് നിങ്ങൾ എഴുതിയ ബ്ലോഗുകളിലെ പരാമർശങ്ങളുണ്ട്, ആ പരാമർശങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ നോട്ടീസ് അയക്കുകയാണ് എന്ന മട്ടിൽ പെരുമാറുമ്പോൾ സ്വാഭാവികമായും അത് എത്ര മുതിർന്ന ജസ്റ്റിസ് ആയാലും റിട്ടയർ ചെയ്ത ജഡ്ജി ആയാലും അദ്ദേഹത്തിനും ആദ്യത്തെ അനുഭവമാണ്. അവിടെ സ്വാഭാവികമായി ഈ മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ മുമ്പ് ശീലിച്ചു വന്ന രീതികൾക്കനുസരിച്ച് പെരുമാറാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിക്കാനാവുമോ? ശ്രീ ഹർഷൻ, അവിടെയാണ് പ്രശ്നം. ജുഡീഷ്യൽ സർവീസിൽ നിന്നും മറ്റും റിട്ടയർ ചെയ്ത ആളുകൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും പക്വതയോടെയും പാകതയോടെയും പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമുണ്ട്. അവർക്ക് പ്രകോപിതരാകാൻ അർഹതയുണ്ടോ ഇല്ലെന്നുള്ള വേറെ കാര്യം, പ്രകോപിതരാകാൻ. പക്ഷേ ഇവരെല്ലാം ഇവരുടെ പെരുമാറ്റം കൊണ്ട്, ഇവരുടെ വിധിന്യായങ്ങൾ കൊണ്ട്, ഇവരുടെ മറ്റുള്ള പ്രവൃത്തികൾ കൊണ്ട് ഈ കീഴ്ക്കോടതിയിലുള്ള മജിസ്ട്രേറ്റുമാർക്ക് വരെ മാതൃകയാകേണ്ട ആളുകളാണ്. പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട ആൾ. റിട്ടയർ ചെയ്തതിനു ശേഷം ബ്ലോഗിൽ എഴുതി പ്രശസ്തി നേടിയിട്ട് കാര്യമില്ല. സർവീസിലിരിക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള പുരോഗമനത്തിനും വേണ്ടിയിട്ടുള്ള വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കാനായിട്ട് ഭരണഘടനാപരമായ ബാധ്യതയുള്ള ആളുകൾ അതെന്നെല്ലാം തമസ്കരിച്ച ശേഷം റിട്ടയർ ചെയ്യുമ്പോൾ പുത്തൻ അവതാരങ്ങളുമായിട്ട് രംഗത്ത് വരുന്നു. അവർ സൽമാൻ ഖാനെ വിടണമെന്ന് വാദിച്ച ഒരു വ്യക്തിയാണ് ശ്രീ കഴ്ചു. ശ്രീ ഹർഷൻ ഓർക്കണം, ആരാ സൽമാൻ ഖാൻ? ദണ്ഡി യാത്ര നടത്തി ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം വേണമെന്ന് വാദിച്ച ആളൊന്നും അല്ലല്ലോ. ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയ ആളൊന്നും അല്ലല്ലോ. ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് നേരെ വാഹനം ഓടിക്കുകയും പറ്റി ചെയ്തു. അതുപോലെ പക്ഷേ താങ്കൾ ഈ പറയുന്ന വാദമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഇങ്ങനെയാണ് കോടതി ചിന്തിച്ചതെങ്കിൽ കോടതി മുൻവിധിയോടെയാണ് കഡ്ജുവിനെ കണ്ടതെന്നും കോടതി തന്ത്രപരമായി അതിനുവേണ്ടി അവിടെ വിളിച്ചു വരുത്തിയതാണ് കഡ്ജുവിനെ എന്നും തന്നെ വിലയിരുത്തേണ്ടി വരും. താങ്കൾ ഈ പറഞ്ഞു വയ്ക്കുന്ന ഈ വിഷയങ്ങളെല്ലാം പലതാണ്. ഇതിനെല്ലാം ഒരുമിച്ചൊരു കോടതി ഉത്തരവിലൂടെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ലല്ലോ അതിൻ്റെ രീതി. പക്ഷേ കോടതിയിൽ സംഭവിച്ചത് എന്താണ്? തീർച്ചയായിട്ടും ഹർഷൻ, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. നടപടിക്രമങ്ങളിൽ ചില പോരായ്മകൾ ഉള്ളതായി കേട്ട റിപ്പോർട്ടുകൾ പ്രകാരം സൂചന വരുന്നുണ്ട്. ഇതൊരു ട്രാപ്പാണോ എന്ന് വേണമെങ്കിൽ. പക്ഷേ സുപ്രീം കോടതിക്ക് ട്രാപ്പിൻ്റെ ആവശ്യമില്ല. അവിടെയാണ് നാം പരിശോധിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. ഒരു നിയമപരമായി തന്നെ നോട്ടീസ് അയക്കാം. ആ നോട്ടീസ് അനുസരിച്ച് അദ്ദേഹത്തിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. മറുപടി അദ്ദേഹം യുക്തിഭദ്രമായ രീതിയിൽ പറയുന്നില്ലെങ്കിൽ നടപടിയെടുക്കാനായിട്ട് അവകാശപ്പെട്ട ബാധ്യതപ്പെട്ട ബെഞ്ചാണല്ലോ, അവർക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ട്രാപ്പ് എന്ന് അല്ലെങ്കിൽ ഇതൊരു കെണിയായിരുന്നു എന്ന നിലയ്ക്ക് നമ്മുടെ വിലയിരുത്തലിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഒരുപക്ഷെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ കാലത്തെ സമീപനത്തിൽ അവർക്ക് ഒരുപക്ഷെ സമചിത്തതയോടെ ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേടിപ്പിക്കേണ്ട, ഞാൻ പേടിക്കില്ല എന്ന മട്ടിലെല്ലാം നമ്മുടെ നാട്ടിൻപുറത്തെ ചന്തകളിൽ നടക്കുന്ന ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ അവിടെ ഉണ്ടായതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ആഷി, ആ അന്തസ്സ്, സുപ്രീം കോടതിയുടെ അന്തസ്സ് നിലനിർത്തുന്ന തലത്തിൽ, അതിനെ ജനങ്ങൾ അംഗീകരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടത്തണമെങ്കിൽ നേരത്തെ അഡ്വക്കേറ്റ് CP ഉദയഭാനു പറഞ്ഞതുപോലെ നോട്ടീസ് അയച്ചുകൊണ്ട് കൃത്യമായി